വാർത്തകൾ വിശദമായി നോക്കാം. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിൽ. പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ട് ആണ് അറസ്റ്റിലായത്. ഇലക്ട്രീഷ്യനാണ് ഇയാൾ എന്നാണ് വിവരം. ജമ്മു കശ്മീർ പോലീസിലെ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് സൂചന. എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, മറ്റൊരു പുൽവാമ സ്വദേശി കൂടി ഡൽഹി സ്ഫോടനവുമായി, ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ ആയിരിക്കുന്നു. ഈ തുഫൈലിൻ്റെ പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ സജീവ പ്രവർത്തകനാണോ ഈ തുഫൈൽ നിയാസ് ഭട്ട്? വിശദാംശങ്ങൾ നന്ദൻ. പുൽവാമ ജില്ലയിൽ നിന്നുള്ള ഇലക്ട്രീഷ്യൻ തുഫൈൽ നിയാസ് ഭട്ടിന്റെ അറസ്റ്റാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്ക് കഴിഞ്ഞ 10-ാം തീയതി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നേരിട്ട് പങ്കെടുത്തവർക്ക് ഇതിൽ കൃത്യമായ സഹായം ഈ തുഫൈൽ നിയാസ് ഭട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ FIA കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ഇലക്ട്രീഷ്യനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടക വസ്തുക്കളും അതേപോലെ തന്നെ ഈ IED സ്ഫോടനവും ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷനുകൾ അടക്കം നൽകുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട ചില സാമഗ്രികളൊക്കെ തന്നെ നൽകുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ചില തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ട് എന്നുള്ളതും രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ ലഭിച്ചിരുന്നു റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾക്ക് ഡൽഹിയിൽ നടന്ന ചെങ്കോട്ട സ്ഫോടനവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഡോക്ടർ മുസമിൽ ഷക്കീലുമായും അതേപോലെ തന്നെ ഡോക്ടർ ഷഹീൻ സയ്യിദുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതും വ്യക്തമാക്കി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏതാണ്ട് 8ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിൽ ഭൂരിഭാഗം ഡോക്ടർമാരാണ്. ഈ ഡോക്ടർമാരാകട്ടെ കൂടുതലായും ജമ്മു കശ്മീരിൽ നിന്നുമുള്ളവരാണ്. അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആസൂത്രണങ്ങളും നടന്നത് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. അൽഫലാഖിന് പുറമെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ആസൂത്രണങ്ങൾ ജമ്മു കാശ്മീരിലെ ചില തീവ്രവാദ ശക്തികളിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്നുമുള്ള ചിലർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. ഈ വൈറ്റ് കോളറിന് പുറമെ ഇലക്ട്രീഷ്യൻ പോലെയുള്ള അത്തരം ചില ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ഇതോടുകൂടി അവസാനിക്കുന്നില്ല. നിരവധി പേർ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ ഏതാനും ചിലരെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിലിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന തുഫൈൽ നിയാസ് ഭട്ടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ചില സുഹൃത്തുക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ ചില സുഹൃത്തുക്കളും അതേപോലെ തന്നെ ചില ബന്ധുക്കളും ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കസ്റ്റഡിയിലുണ്ട്. ഇവരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് പങ്കുള്ള പക്ഷം നാളെ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ FIA സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ജമ്മു കാശ്മീർ പോലീസിൽ നിന്നും വ്യക്തമാക്കുന്നത്. നമ്പ്യാർ. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിൽ. പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായത്. ഇലക്ട്രീഷ്യനാണ് ഇയാൾ. ജമ്മുകാശ്മീർ പോലീസിലെ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് സൂചന. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.